വയനാട് മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഒരു മഹാപ്രകൃതി ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവിധമായ വിശകലനങ്ങളും പ്രതികരണങ്ങളും ദിനം പ്രതി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ആയതിനാൽ ഒരു പൊതു അവബോധത്തിന് വേണ്ടി ശാസ്ത്രീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ എർത്തിന്റെ സഹായത്തോടുകൂടി ഒരു ചെറിയ വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഉരുൾപൊട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക സഞ്ചാരപാത ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. പ്രധാനമായും 3 പോയിന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 3 സ്ട്രെച്ചുകളായിട്ട് നമുക്കിതിനെ തിരിക്കും. ഒന്നാമത്തെ സ്ട്രെച്ച് ആദ്യത്തെ 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്ട്രെച്ചാണ്. അത് വടക്ക് കിഴക്ക് ദിശയിലാണ് നിലനിൽക്കുന്നത്. 2000 മീറ്റർ ഉയരത്തിൽ നിന്ന് 1000 മീറ്ററിലാണ് ഇവിടെ ലാൻഡ്സ്ലൈഡ് മെറ്റീരിയൽസ് പതിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്ട്രെച്ച് അത് ആദ്യത്തെ ദിശയിൽ നിന്നും കിഴക്കോട്ട് മാറിയാണ് അത് സഞ്ചരിച്ചിരിക്കുന്നത്. 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ സ്ട്രെച്ച് 1000 മീറ്റർ ഉയരത്തിൽ നിന്ന് 400 മീറ്റർ താഴ്ചയിലേക്കാണ് പതിക്കുന്നത്. മൂന്നാമത്തെ സ്ട്രെച്ച് അത് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും ദൈർഘ്യം കൂടിയ സ്ട്രെച്ച്. 17 കിലോമീറ്റർ ഉള്ള ഈ സ്ട്രെച്ച് 400 മീറ്ററിൽ നിന്ന് 50 മീറ്ററിലേക്കാണ് പതിക്കുന്നത്. ഇനി ഈ ഓരോ സ്ട്രെച്ചുകളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. പോയിന്റ് 1 വരുമ്പോൾ ഇതാണ് ഉരുൾപൊട്ടലിന്റെ ക്രൗൺ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ റെഡ് കളറിൽ ഇവിടെ കാണുന്നതാണ് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നീർച്ചാൽ. ഈ നീർച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇതൊരു ലീനിമെന്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ലാൻഡ്സ്ലൈഡ് മെറ്റീരിയൽ ഈ ഡ്രെയിനേജ് വഴിയായിരിക്കും താഴോട്ട് പതിക്കുക. ലീനിമെന്റ്സ് അഥവാ ഭ്രംശരേഖകളിൽ സ്ഥിതി ചെയ്യുന്ന നീർച്ചാലുകൾ ഇവിടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ നീർച്ചാലുകൾ വഴിയാണ് ലാൻഡ്സ്ലൈഡ് മെറ്റീരിയൽസ് താഴേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇനി പോയിന്റ് നമ്പർ 2, ഇവിടെ പാറയുടെ ഘടനയെ പറ്റിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. സൂക്ഷ്മമായി ഒന്ന് നോക്കിയാൽ ഈ പാറ ഒരു പ്രത്യേക ദിശയിൽ ചരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് വടക്ക് കിഴക്ക് ദിശയിൽ. ഇതിന്റെ ചരിവ് കൂടാതെ ഇവിടെയുള്ള പാറയിൽ പ്രത്യേക ദിശയിലുള്ള ചില വരകളും നമുക്ക് കാണാം. അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അല്ലാതെയും കാണുന്ന ഇത്തരത്തിലുള്ള വരകൾ ഇതിന്റെ ജോയിന്റ്സും ഫ്രാക്ചേഴ്സുമാണ്. കൂടാതെ ഈ പാറയുടെ വിള്ളലുകളിൽ കൂടി ഭൂമിയുടെ അടിയിൽ നിന്നും ഉരുകിയെത്തുന്ന മാഗ്മ പ്രവേശിച്ച് വെയിനുകളായി രൂപപ്പെട്ടിരിക്കുന്നു. സ്ട്രക്ചറലി വീക്കായ ഈ പാറയെ ഇത്തരത്തിലുള്ള വെയിൻസ് കൂടുതൽ ദുർബലപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വെയിനുകളിലുള്ള മിനറൽസ് രൂപാന്തരം സംഭവിച്ച് പിന്നീട് ക്ലേ മിനറലുകളായി ഈ ഫ്രാക്ചേഴ്സിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ള നിറത്തിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഫ്രാക്ചേഴ്സിൽ നിന്ന് ഊറിയിറങ്ങുന്ന താൽക്കാലിക നീർച്ചാലുകളാണ്. കൂടാതെ ഇവിടുത്തെ ഓവർബർഡൻ കളിമൺ നിറഞ്ഞതും ഏകദേശം 20 മീറ്റർ തിക്നെസ് ഉള്ളതുമാണ്. ഈ ക്രൗണിന്റെ ഹൊറിസോണ്ടൽ വ്യൂ പരിശോധിക്കുമ്പോൾ ഇവിടെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് വെജിറ്റേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഉപരിതലത്തിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫ്രാക്ചേഴ്സും ജോയിന്റ്സും വളരെ സുവ്യക്തമാണ്. അതായത് മഴ പെയ്യുമ്പോൾ വളരെ വേഗത്തിൽ മഴവെള്ളം ഈ ഫ്രാക്ചേഴ്സിൽ കൂടി ഭൂമിയുടെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കും. ഹൈഡ്രോജിയോളജിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് ക്ലേയുടെ സംഭരണശേഷി കൂടുതലും ഡ്രെയിനിങ് കപ്പാസിറ്റി കുറവുമാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന മഴവെള്ളം ഫ്രാക്ചേഴ്സിനിടയിലുള്ള ക്ലേ മിനറൽസിൽ ദീർഘനാളുകളായി തങ്ങി നിൽക്കുവാൻ സാധ്യതയാണ് കാണുന്നത്. ഈ ഫ്രാക്ചേഴ്സിൽ കാണപ്പെടുന്ന ക്ലേ മിനറൽസ് ഈ പാറകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന സിമെന്റിക് മെറ്റീരിയൽ ആയിട്ടും ആക്ട് ചെയ്യും. മഴ അമിതമായി പെയ്യുമ്പോൾ ഈ ക്ലേ മെറ്റീരിയൽസ് സാച്ചുറേറ്റഡ് ആകുകയും അതിന്റെ ഫലമായി അതിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും അതിന്റെ ബൈൻഡിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് പാറകൾ വേർപെട്ട് തെന്നി നീങ്ങി അടർന്നു മാറി ചരിവുള്ള ദിശയിൽ നിന്നും താഴേക്ക് പതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പുഴ ഗതി മാറി ഒഴുകിയിരിക്കുന്നതായി കാണും. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പോയിന്റ് നമ്പർ 3, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇതൊരു ലീനിമെന്റ് കൺട്രോൾഡ് സ്ട്രീമാണ്. എന്നാൽ താഴ്വാരങ്ങളിൽ ഒരു ഫ്ലഡ് പ്ലെയിൻ സ്ഥിതി ചെയ്യും. ഇവിടെ മിയാൻഡറിംഗ് പോലെ പുഴ വളഞ്ഞു തിരിഞ്ഞ് പല സ്ഥലങ്ങളിലും ഒഴുകിയിരിക്കുന്നതായി കാണാം. ഏകദേശം 2000 മീറ്റർ ഉയരത്തിൽ നിന്ന് 1000 മീറ്റർ താഴ്ചയിലേക്ക് മണ്ണും വെള്ളവും കല്ലും ചളിയും അതിശക്തമായി പുഴയിൽ പതിച്ചിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടുള്ള സഞ്ചാരമാർഗത്തിൽ കൂടിയാണ് താഴേക്ക് പോകുന്നതെങ്കിലും താഴ്വാരങ്ങളിൽ അധികമായി ഭൂവിനിയോഗ വികസനം നടന്നിരിക്കുന്നതിനാൽ
പുഴയുടെ സ്വാഭാവിക സഞ്ചാരപഥം കണ്ടെത്താൻ അതിന് സാധിക്കാതെ അതിന്റെ പൂർവ്വ സഞ്ചാര മാർഗങ്ങൾ വെട്ടിത്തുറന്ന് കടന്നു പോവുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പുഴ ഗതിമാറി ഒഴുകിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ആ പുഴ വീണ്ടും ഒഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം 1000 മീറ്ററിൽ നിന്ന് വീണ്ടും 400 മീറ്ററിലേക്ക് പതിക്കുകയാണ്. ഇവിടെ മറ്റൊരു ലീനിമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രീമിലേക്ക് പ്രവേശിക്കുകയും ആ വാട്ടർ ഷെഡിൽ കൂടെ ഒഴുകി അത് ചാലിയാർ പുഴയുടെ അടുത്തേക്ക് നീങ്ങുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 30 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ ദുരന്ത മേഖലയിൽ ഹൈ വെലോസിറ്റി സോണായ ആദ്യത്തെ സ്ട്രെച്ചിലെ ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് അധികമായിട്ടുള്ള ദുരന്തത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങിയത്. ഇത് പരിസ്ഥിതി ദുർബല പ്രദേശവും ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉരുൾപൊട്ടലുമാണ്. കൂടാതെ ബലക്ഷയം സംഭവിച്ച പാറക്കൂട്ടങ്ങൾ ഇപ്പോഴും ആ ക്രൗൺ ഏരിയയിൽ അവശേഷിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഒരു ഭാവിയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പ് ഏരിയ എപ്പോഴും ഒരു ഹൈ റിസ്ക് സോണായിട്ട് തന്നെ തുടരാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്.